മരിച്ചുപോയ മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ മകൻ കിച്ചു പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് കിച്ചുവിൻ്റെ പോസ്റ്റ്. തൻ്റെ ഇപ്പോഴത്തെ ജീവിതവും മാനസികാവസ്ഥയും പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാനാണ് വീഡിയോ എന്നാണ് കിച്ചു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ രാഹുൽ ദാസ്. ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അറിയില്ലെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മകൻ. എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു. അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ. ഇതാണ് കിച്ചു എന്ന് വിളിക്കുന്ന രാഹുൽ ദാസിൻ്റെ കുറിപ്പ്. കൊല്ലം സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന വിളിപ്പേരുള്ള രാഹുൽ ദാസ്. കൊല്ലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിനാൽ അച്ഛൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന കലാകാരനാണ് കൊല്ലം സുധി. പ്രണയവിവാഹമായിരുന്നു ആദ്യത്തേത്. പക്ഷേ മകൻ്റെ ജനനത്തോടെ ഇരുവരും പിരിഞ്ഞു. മകനെയും തോളിലെടുത്തായിരുന്നു പിന്നീട് സുധിയുടെ യാത്ര. ജീവിക്കാനായി സ്റ്റേജുകൾ കയറി ഇറങ്ങുമ്പോൾ കൂടെ മകൻ കിച്ചുവും ഉണ്ടാകും. അച്ഛൻ്റെ തോളിലേറി ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക്, അവിടെ നിന്ന് റിഹേഴ്സൽ ക്യാമ്പിലേക്ക്. ഇതായിരുന്നു കിച്ചുവിൻ്റെ ബാല്യം. അവന് 11 വയസ്സുള്ളപ്പോഴാണ് സുധി രേണുവിനെ വിവാഹം കഴിക്കുന്നത്. അതിലൊരു മകനുണ്ട്, ഋതുൽ. ഇവരെയെല്ലാം അനാഥരാക്കി വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ മരണം സുധിയെ തട്ടിയെടുത്തു. രേണു കിച്ചുവിനെ സ്വന്തം മകനെ പോലെയാണ് വളർത്തുന്നതെന്ന് പല അഭിമുഖങ്ങളിലും സുധി തന്നെ പറഞ്ഞിട്ടുണ്ട്. സുധിയുടെ മരണത്തോടെ രേണു മകനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പഠിക്കുന്നതിനായി അവൻ അച്ഛൻ്റെ വീട്ടിൽ താമസിക്കുന്നു എന്നാണ് രേണു അതിന് നൽകിയ മറുപടി. നാടകാഭിനയവും റീൽസുമൊക്കെയായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ രേണു. അഭിനന്ദനത്തോടൊപ്പം ഒട്ടേറെ വിമർശനങ്ങളും ഇതിൻ്റെ പേരിൽ രേണു നേരിടുന്നുണ്ട്. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്ന ഒറ്റ മറുപടിയേ രേണുവിനുള്ളൂ. ഇതിനിടയിലാണ് കിച്ചുവിൻ്റെ പോസ്റ്റ്. അതോടെ ആകാംക്ഷയിലാണ് സോഷ്യൽ മീഡിയ. അവൻ എന്തായിരിക്കും പറയാനുണ്ടാവുക? ഏവരും അന്വേഷിക്കുന്ന ചോദ്യം ഇതാണ്. അച്ഛൻ്റെ ഓർമ്മകളായിരിക്കുമോ? അതോ അമ്മയുടെ പുതിയ മേക്ക് ഓവറിനെ കുറിച്ചായിരിക്കുമോ?